ഈ ദേശാടന എന്ന് തീരുവന്തോ ഒന്ന് മിണ്ടാതെ നടക്കൂ. ഓ ആ ദേ വരുന്നു. നീ ഇന്നലെ അല്ലടി ഇവിടുന്ന് പോയത്? ഇന്നലെ അല്ല അച്ഛാ, മിനിഞ്ഞാന്ന്. എടാ വരുമോനെ, നീയേ വല്ല ബസ്സിലോ ട്രെയിനിലോ ഒരു സീസൺ ടിക്കറ്റ് എടുത്ത് നോക്കി. അല്ലെങ്കിലേ എവിടെ അങ്ങോട്ടും ഇങ്ങോട്ട് കൊണ്ടുപോയി നീ മുടിഞ്ഞു പോകും. അതെ, ഞാൻ കല്യാണം കഴിഞ്ഞ് പിറ്റേ ആഴ്ച തന്നെ എടുത്തു മാമ. അപ്പൊ നിനക്കെല്ലാം മനസ്സിലായി. ഞാൻ എന്ത് ചെയ്യാനാ? ഇത് 2 ദിവസം തന്നെ അവിടെ കടിച്ചു പിടിച്ച് നിന്ന പാടെ എനിക്ക് അറിയുള്ളൂ. ആര് നീയാ? ആ കടിച്ചു പിടിച്ച് നിന്ന എന്റെ അമ്മ. ഓഹോ, മാമൻ അറിയാമോ? എവിടെ ചോറും വന്ന് മീൻകറിയും വന്ന് അതിൽ കറിവേപ്പില ഇടുമ്പോഴേ പുറക്കോണി അങ്ങോട്ട് അടുക്കളയിലോട്ട് വരുവുള്ളൂ. ചുമ്മാതാച്ചാ, കറിവേപ്പില ഇട്ടില്ലെങ്കിലും ഞാൻ ചെല്ലാറുണ്ട്. എൻ്റെ മാമ, എൻ്റെ അമ്മയുടെ സ്വന്തം നാത്തൂൻ്റെ മോളാണ് ഇവള്. അതുകൊണ്ടാണ് ഇവൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. വേറെ വല്ല അമ്മായിമ്മയായിരുന്നു കൊണ്ടല്ലേ. ഇവള് വല്ല ചവ്വ കുക്കറൊക്കെ പൊട്ടി ആഹാ, കൊള്ളാലോ മനസ്സിലിരിപ്പ്. ശരിയാക്കി തരാട്ടോ. അല്ല മാമ, എനിക്ക് അറിയാത്തോണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇവളെ കൊച്ചിലെ മാമ ഉറങ്ങാൻ സമ്മതിക്കൂലേ? ഉറങ്ങാൻ വെടിപ്പിച്ച് വിടുമായിരുന്നു. ഇല്ലടാ വരുമോനെ. പിന്നെ ഇവൾ ആരെ വാശി തീർക്കാനാണോ ഇങ്ങനെ ഉറങ്ങി തീർക്കണത്? എനിക്കറിഞ്ഞൂടാ. മാമൻ അറിഞ്ഞൂടി? നിങ്ങളോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് 10 മണിക്ക് മുമ്പ് എഴുന്നേറ്റാ മൈഗ്രെയിൻ വരും. ഇതെന്താ ആരും മനസ്സിലാക്കാത്തത്? അയ്യോ, ഈ ലോകത്ത് ഇവക്ക് മാത്രമേ ഉള്ളൂ 10 മണിക്ക് മുമ്പ് എണീറ്റ് അങ്ങ് മൈഗ്രെയിൻ വരണത്. എനിക്ക് മാത്രമൊന്നുമല്ല, ഇതിന്റെ പേരിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പ് വരെ ഉണ്ട്. എടി, ഫേസ്ബുക്ക് ഗ്രൂപ്പിലാരും ഇവിടെ സംസാരിക്കല്. റോഡിൽ മൂത്രമൊഴിക്കണമാർക്ക് വരെ ഉണ്ട് ഫേസ്ബുക്കിൽ ഗ്രൂപ്പ്. അങ്ങനെ ഒരു സംഘടന ഉണ്ടോ? അങ്ങനെ ഒരു സംഘടന ഉണ്ട്. അത് മാത്രമല്ല, ഈ ജ്വാലിയും കുലില്ലാതെ നടക്കണില്ലേ, അവന്മാർക്കുണ്ട് സംഘടന. അതിന്റെ അഡ്മിനാണ് നിങ്ങൾ ഇളയമാ സുമേഷ്. കണ്ട ഞാൻ അറിഞ്ഞില്ലല്ലോ. ഓ, അതിനൊന്നും ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല. ഞാൻ ഉറങ്ങുന്നതിനാ പ്രശ്നം. എന്തൊരു ഫാമിലി മാമ. പറ്റിപ്പോയിടാ. നിങ്ങൾ അകത്തോട്ടില്ലേ? പിന്നെ വാ, വല്ല തിന്നാൻ കാണൂ. ചക്കപ്പുഴുക്ക്. അതെങ്കിൽ കേട്ടോ. നോക്കിക്കേ, കണ്ടോ? എന്നാ മോളൂസേ നമ്മൾ നേരിട്ടൊന്ന് കാണുന്നേ? എത്ര നാളായടാ നമ്മൾ അക്കരെ ഇക്കരെ നിൽക്കാൻ തുടങ്ങിയിട്ട്. കാണണ്ടേടാ നമുക്ക്. ഇതെന്താന്നത്? ആൾക്കാരെ കിടക്കുന്ന കണ്ടൂടെ? നീ എന്തിനാ ഞങ്ങളുടെ റൂമിൽ കയറി കിടക്കുന്നത്? നിന്റെ താല് പറഞ്ഞ് ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ. ഓഹോ, ഒരു സെക്കൻഡ് മോളൂസേ, ചേട്ടാ ഇപ്പം വിളിക്കാം, ഒരു 5 മിനിറ്റ്. നീ നമ്മളില്ലാത്ത നമ്മളെ റൂമിൽ കയറി ഇരിക്കണത്. നീ നിന്റെ റൂമിൽ പോടാ. ആളെയിൽ അങ്ങനെയൊക്കെ പറയാം, അവിടെ റേഞ്ച് ഒന്നും ഇല്ല. പിന്നെ അവളെ സംസാരം ഇടയ്ക്കിടയ്ക്ക് കട്ടാവും. അവളോ? ഏതവള്? അല്ലെ ഗേൾ ഫ്രണ്ട്. നിനക്ക് ഗേൾ ഫ്രണ്ട് ആണ്? ഒരു റൂം ഒഴിഞ്ഞിട്ടെന്ന് വിചാരിച്ചാ ഈ നാശം പിടിച്ചോളാം ഞാൻ കെട്ടിച്ചു വിട്ടത്. ശല്യം വീണ്ടും കയറി വന്നു ഇങ്ങോട്ട്. എടാ, നിനക്ക് റേഞ്ച് ഉള്ള റൂം മതിയെങ്കിൽ വേറൊരു ഐഡിയ ഉണ്ട്. എന്ത് വഴി? പണിയെടുക്കുക, കഷ്ടപ്പെട്ടൊന്നും ഉണ്ടാക്കുക. നിർത്ത്, ബാക്കി പറയണ്ട. നീ ചുമ്മാരടി. എന്ത്? അവന് പണിയെടുത്ത് ദേഹം വേർക്കണ ഇഷ്ടമല്ല, നിനക്ക് അറിഞ്ഞൂടി? അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൂടലയാ. ഇത് മനസ്സിലാക്കുന്ന ഇത്ര പാട്. ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ ഇവിടെ കയറി കിടന്നു, ഞാൻ ആ മൂലയ്ക്ക് അങ്ങനെ ഫോൺ വിളിച്ചിട്ട് അവിടെ ഇരുന്നോളാം. ചെടിച്ച് പോടാ വൃത്തിയിട്ടവനെ. പിന്നെ നീ മൂലയൊക്കെ നീ മൂലയൊക്കെ മതി. ഇറങ്ങണം അങ്ങോട്ട്. അളിയ അളിയന് ദുഃഖിക്കും കേട്ടോ. വേറെ സുമേഷ് അല്ലേ പറയുന്നത്, തുരുമ്പ് സുമേഷ്. എന്തോടെ ഇരുന്ന് മൂപ്പിക്കുന്ന കീറിത്തന്നെ ഞാൻ കേട്ടോ. അതിനകത്തൊന്ന് ഡ്രസ്സൊക്കെ എടുത്ത് അലമാരി വെക്കും. ഓ, ഞാൻ ഡ്രസ്സ് എടുത്ത് വെക്കാൻ പോണം. നീ തിരിച്ചങ്ങ് വാ, അപ്പ എടുത്ത് വെക്കാം. അങ്ങോട്ട് ഇനി ഞാൻ വന്നത് തന്നെ. ഹലോ മോളൂസേ, ആടാ ആ പൈങ്കിളി വന്നോണ്ടാ. അവളെ എന്നെ റൂമിൽ നിന്ന് ഇറക്കി വിട്ട്. ഇല്ല പുറത്ത് സംസാരിച്ച് ശരിയാവത്തെ. ഞാൻ രാത്രി എന്നെ അങ്ങോട്ട് വിളിക്കാം. അവളെ 24 മണിക്കൂറിനകത്ത് ഇവിടുന്ന് പുറത്താക്കുന്ന പരിപാടി എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ എടുക്കാത്തതാ. ഞാൻ എന്തായാലും എടുക്കുന്നുണ്ട്. ഈ സുമേഷിൻ്റെ അടുത്ത് അവളുടെ കളി അത് ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. നീ വിഷമിക്കണ്ട. ഞാൻ നിന്നെ രാത്രി അങ്ങോട്ട് വിളിച്ചോളാം. എന്ത് എടി, ഇപ്പം പുറത്തുനിന്ന് സംസാരിക്കാൻ പറ്റത്തില്ല. ഞാൻ രാത്രി തന്നെ അങ്ങോട്ട് വിളിച്ചോളാം. ശരിയടാ, ശരി. ലവ് യു. ഓക്കെ ലവ് യു. ശരി. നീ ഇവിടെ ഇരിക്കായിരുന്നു. നിന്നെ എവിടെയൊക്കെ നോക്കി ഞാൻ. ഞാൻ നിന്റെ ശല്യമില്ലാത്ത സ്ഥലം തെരഞ്ഞു പിടിച്ചു വന്നിരുന്നു. അയ്യോ, വളരെ തമാശ. കണ്ടുപിടിച്ചു. എടി, നിന്നെ കെട്ടിച്ചു വിട്ടതേ നിന്റെ റൂം കിട്ടാൻ വേണ്ടിയാന്ന് ഞാൻ പറഞ്ഞത്. നിനക്ക് വിഷമായോ? പിന്നെ എനിക്ക് വേറെ പണിയില്ലാതിരിക്കുകയാണല്ലോ. പിന്നല്ല, എന്റെ കിളിമകൾ വേറെ ലെവലാട്ടോ. നീ സൂപ്പറാ. നിന്നെ പോലെ ഒരു പെണ്ണേ ഇല്ല. ചേട്ടത്തി പറഞ്ഞ കണക്കൊന്നുമല്ല. എന്താ പറഞ്ഞ? ചേട്ടത്തി ഒന്നും പറഞ്ഞൊന്നുമില്ല. ഇനി ഞാനിനി പറഞ്ഞ് നിങ്ങൾ നാത്തൂമാര് തമ്മിൽ തെറ്റി അതിന്റെ പ്രാക്കൊക്കെ ഞാൻ മേടിച്ച്. പിന്നെ ഞാൻ പറയുന്നതിന് ഞാനൊന്നും പറയുന്നില്ല. എന്താ നാത്തും പറഞ്ഞ? നീ പറഞ്ഞു പോയാ മതി. എടി, നിന്നെ കുറിച്ച് നല്ലതാ പറഞ്ഞേ. ആണോ? എന്താ പറഞ്ഞ? നീ പറ. നിന്റെ പടം വരയ്ക്കാൻ എളുപ്പമെന്ന് പറഞ്ഞു. ആണോ? നിന്റെ പടം വരയ്ക്കാൻ എളുപ്പ. നിന്നെ എവിടെയെങ്കിലും ചാരി ഇരുത്തിയാൽ നീ അവിടെ നിന്ന് ഉറങ്ങും. അതുകൊണ്ട് നിന്റെ പടം വരയ്ക്കാൻ എളുപ്പമെന്ന് പറഞ്ഞു. എന്തോ പറഞ്ഞ? നിന്നെ എവിടെയെങ്കിലും കൂടി ചാരി ഇരുത്തിയാലേ നീ അവിടെ നിന്ന് ഉറങ്ങും. അതുകൊണ്ട് നിന്റെ പടം വരയ്ക്കാൻ എളുപ്പമാണ്. ഓഹോ, എന്റെ മുഖത്ത് നോക്കി തേനേ പാലേ ചക്കര എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇല്ലാത്തപ്പോ നാത്തൂൻ ഇങ്ങനെയൊക്കെയല്ല പറയണേ. ഇതൊക്കെ ചീള് കേസാ. ഞാൻ പിണങ്ങി പോവല്ലോ. ഞാൻ ചേട്ടനെ കാണാൻ പോവാ. ചേട്ടൻ എന്തിനാണെന്ന്? ഇതിന്റെ രണ്ടിലൊരു തീരുമാനം ഇന്ന് എനിക്ക് അറിയണം. ഉറങ്ങി നിൽക്കുന്നു. അവളിനി പിണങ്ങി പോവോ? ഇത് മിക്കവാറും ഞാൻ റേഞ്ച് ഇല്ലാത്ത റൂമിൽ
നിത്യ കന്യകനായിട്ട് ചത്തളിയാൻ എൻ്റെ വിധി. അത് കാര്യം എടുത്ത് എൻ്റെ അകത്ത് കൊണ്ട് വച്ചത് എൻ്റെയൊക്കെ കാര്യം. എന്തായിരുന്നു അമ്മായിയമ്മയായിട്ടുള്ള പുതിയ ഉടക്ക്? അമ്മായിയമ്മയായിട്ടുള്ള പ്രശ്നത്തിനേക്കാൾ വലിയ പ്രശ്നം ഇവിടെ നാത്തൂനുമായിട്ട്. അവളെന്തോന്നിയത്? എന്റെ അമ്മായി ഉണ്ടല്ലോ, എന്തേലും ഉണ്ടെങ്കിൽ ഇതേ ഇങ്ങനെ നോക്ക്, മുഖത്ത് നോക്കി പറയും. അല്ലാതെ ഇതൊരുമാതിരി കാര്യം പറയടി അങ്ങോട്ട്. പുള്ളിക്കാരി ഉണ്ടല്ലോ, ഇവിടെ എല്ലാരോടും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്താണെന്നറിയോ? എന്നെ എവിടെങ്കിലും ഇങ്ങനെ ചാരി വെച്ചാൽ ഞാൻ അവിടെ നിന്ന് ഉറങ്ങുമെന്ന്. എന്ന് ചിരിക്കുന്നേ? അതുള്ളതല്ലേ. നീ മുമ്പ് കെട്ടിയിട്ടിരുന്ന പശുവിന്റെ പുറത്ത് ചാരി എന്ന് ഉറങ്ങിയത് മറന്നുപോയാ? അത് ഒരു തവണയല്ലേ, അല്ലെങ്കിൽ തന്നെ അതെങ്ങനെ ചേട്ടത്തി അറിയാനാ? ചേട്ടനോടാ ചോദിച്ച അതെങ്ങനെ ചേട്ടത്തി അറിയാനാന്ന്. ഞാൻ ആലോചിക്കട്ടെ, എങ്ങനെ അറിഞ്ഞാന്തോ. ഇങ്ങോട്ട് നോക്കിയേ. എന്ത്? ഓഹോ, ഞാൻ നല്ല ബെസ്റ്റ് ആളോടാ വന്ന് പരാതി പറഞ്ഞോണ്ടിരിക്കുന്നെ. വേറെ എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്? ഞാൻ തമാശക്ക് പറഞ്ഞല്ലേ. നീ ഉറങ്ങിക്കൊണ്ട് സൈക്കിൾ എവിടെയായിരുന്നു ഞാൻ പറഞ്ഞിട്ടില്ല, സത്യമായിട്ടും പറഞ്ഞില്ലേ. അപ്പൊ പിന്നെ ഓഹോ, അപ്പൊ പിന്നെ ഞാൻ ക്ലാസ്സിൽ ഉറങ്ങിയിട്ട് ഇരുന്നിട്ട് പ്രിൻസിപ്പൾ എന്നെ പിടിച്ചോണ്ട് പോയി പ്രിൻസിപ്പളുടെ റൂമിൽ ഇരുന്ന് ഉറങ്ങിയ കാര്യം പറഞ്ഞതാണ് അല്ലേ? അയ്യോ, സത്യമായിട്ട് ഞാൻ പറഞ്ഞില്ല. സത്യമായിട്ടും പറഞ്ഞിട്ടില്ല? ഇല്ല. എനിക്കറിയാൻ വിശ്വാസമില്ല. പറഞ്ഞിട്ടുണ്ട് ഉറപ്പാ. ഒന്നില്ലെങ്കിലും ചേട്ടന്റെ കുഞ്ഞ് അനിയത്തിയല്ലേ ഞാൻ. ആ തോളി കിടന്നല്ലേ ഞാൻ ഉറങ്ങിയിട്ടുള്ളത്. ഈ തോളത്തല്ല, ഈ തോളത്ത്. അവിടെയായിരുന്നു. എന്നാലും കെട്ടിയോളെ ചിരിപ്പിക്കാൻ വേണ്ടിട്ട് ഞാൻ പശുവിനെ ചാരി കിടന്ന് ഉറങ്ങിയ കാര്യം പറയണ്ടായിരുന്നു. നീ വാ. ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടൊന്നായിരിക്കില്ല അവളങ്ങനെ പറഞ്ഞത്. പിന്നെയോ? അവള് നിന്നെ സ്ഥിരം കാണുന്നതല്ലേ. ഓഹോ, അപ്പൊ ചേട്ടൻ പറയുന്നത് ചേട്ടത്തി എന്ത് പറഞ്ഞാലും അത് കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ് അല്ലേ? അവള് തമാശക്ക് പറഞ്ഞതല്ലേ, നീ അതിങ് വിട്. അല്ലേലും എന്റെ കാര്യം ഇവിടെ എല്ലാവർക്കും തമാശയാണല്ലോ, ഞാൻ തിരിച്ചു പോവാ. നിനക്ക് പറയട്ടെ, ഒന്ന് പൊയ്ക്കേ അവിടുന്ന്. പറയാൻ സമയം. ഞാനേ പട്ടിയുടെയും പൂച്ചയുടെയും സുമേഷിന്റെ ഒക്കെ പടം വരയ്ക്കാൻ നിർത്തി. ഇപ്പൊ ഞാൻ എന്റെ ചിന്തകളാ വരയ്ക്കുന്നത്. എങ്ങനെയുണ്ട്? ഇതെന്തോന്ന് വിശ്വാസവഞ്ചന? വിശ്വാസവഞ്ചന? ഇത് ഒറ്റിക്കൊടുക്കലായിരിക്കും. എന്തോ നോത്തോണ്ടാ? എടി, നീ ആരുടെ പറയൂല എന്ന് പറഞ്ഞിട്ടല്ലേ ആ പൈങ്കിളിയുടെ ഉറക്ക കഥകൾ മുഴുവൻ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു തന്നെ. അതിന് തന്നെ. എന്നിട്ട് നീ അത് ഇവിടെ എല്ലായിടത്തും പറഞ്ഞോണ്ടാണെന്ന് എന്തിന്? ഞാൻ ആരോടും പറഞ്ഞൊന്നുമില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞോണ്ടെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞ? ആ പൈങ്കിളി പറഞ്ഞല്ല അവൾ എവിടെയെങ്കിലും ചാരി എടുത്തിയാ അവൾ എവിടെയായിരുന്നു ഉറങ്ങുന്നു, നീ എല്ലായിടത്തും പറഞ്ഞോണ്ട് നടക്കണമെന്ന്. അതാണോ? അത് ഞാനല്ല, അത് ശംഭുവാ പറഞ്ഞേ. നുണ പറയല്ലേ. ആ ചെറുക്കൻ അങ്ങനെ പറയാനെന്ന് പറഞ്ഞൂടാ. നിനക്ക് ഈടായിട്ട് കുറച്ച് പരദൂഷണം പറച്ചിൽ കൂടുന്നുണ്ട്. ചുമ്മാ സുമേഷിന്റെ അടുത്തല്ലേ കമ്പനി? ഞാൻ അവനോടൊരു കമ്പനി ഇല്ല. വെറുതെ ഓരോന്ന് പറഞ്ഞോണ്ട് ഇറങ്ങിയിരിക്കാം. ഇപ്പഴാ എനിക്ക് കാര്യം മനസ്സിലായത്. മുമ്പേ സുമേഷ് അവിടെ പടം വരയ്ക്കാൻ വന്നിരുന്നു തന്നില്ലേ, അവൻ എന്നോട് പൈസ ചോദിച്ചായിരുന്നു. അത് ഞാൻ കൊടുത്തില്ല. അതിന് അവൻ പ്രതികാരം ചെയ്തായിരിക്കും. എന്ത് ചെയ്ത്? അവൻ തന്നെ ആയിരിക്കും ഭയങ്കര എന്ന് പറഞ്ഞ ഞാനിങ്ങനെ അവളെ കുറിച്ചൊക്കെ പറഞ്ഞത്. നിന്റെ ഈ പടം വരയ്ക്കലാണ് എല്ലാത്തിനും കാരണം. അതിന് പടം വരെ എന്ത് ചെയ്തു? അതിനിതാ നീ ആ ചെറുക്കനെ പിടിച്ച് അവിടെ പടം വരയ്ക്കാൻ വേണ്ടി ഇരുത്തിയുണ്ടല്ലോ അവ ഇതൊക്കെ ഉണ്ടാക്കിയത് തന്നെ. അത് ഓരോരുത്തരും എന്തെങ്കിലും ഏഷന് പറഞ്ഞെടുക്കുന്നത് എന്റെ വെക്കിട്ട് കയറുന്നേ. ചെറുക്കനെ ഞാൻ കാണട്ടെ, ഇന്ന് അവനെ ഞാൻ കൊല്ലും. അവനിവിടെ ഇല്ല. അവ എവിടെ പോയി? പുറത്തങ്ങാണ്ട് പോയേക്കോ. ഇങ്ങോട്ട് വരുമല്ലോ, അപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കാം. നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്യും. എനിക്ക് ഭ്രാന്തെടുക്കണം ഇത് കണ്ടിട്ട്. നിനക്കൊന്നും തോന്നണില്ലേ? എനിക്കൊന്നും തോന്നാൻ. ഞാൻ വരച്ചേരാം. ഇതൊന്നും മനസ്സിലായ? എന്താ അടിയുടെ കുറവ്? പിന്നെ അടിയുടെ കുറവ് അടിക്കാൻ ഇങ്ങോട്ട് വാ കേട്ടോ. പരിപാടി അടിക്കാൻ നടക്കുന്നു. ഇങ്ങനെ കലാബോധം ഇല്ലാത്ത ആൾക്കാരുള്ളൊരു വീട്.